ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം ചതുർദശോ അധ്യായ. 14-ാമത്തെ അധ്യായത്തിൽ ഗൃഹസ്ഥധർമ്മ നിരൂപണമാണ്. സാധാരണഗതിയിൽ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗൃഹസ്ഥധർമ്മത്തെക്കുറിച്ചാണ് പറയേണ്ടത്. പക്ഷേ നേരെ വാനപ്രസ്ഥ സന്യാസിമാരുടെ ധർമ്മങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരന് ഒരു സംശയം വന്നു. ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥർക്ക് മോക്ഷത്തിന് അർഹതയില്ലേ? ഞങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അതാണ് യുധിഷ്ഠിരൻ 1-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നു. ഗൃഹസ്ഥ ഏതാം പദവീം വിധിനാ യേന ച അഞ്ജസ യാതി ദേവഋഷേ ബ്രൂഹി മാതൃശോ ഗൃഹമൂഢധി. ദേവഋഷേ അല്ലയോ ദേവർഷേ, ഗൃഹമൂഢധി ഗൃഹാസക്തചിത്തരായ മാതൃശഃ എന്നെപ്പോലെയുള്ള ഗൃഹസ്ഥഃ ഗൃഹസ്ഥാശ്രമിയും കൂടി യേന യാതൊരു പ്രകാരമായ വിധിന ധർമാനുഷ്ഠാനത്താൽ അഞ്ജസ അനായാസേന ഏതാം പദവിം ഈ പറഞ്ഞ മോക്ഷമാർഗത്തെ യാതി പ്രാപിക്കുമോ അതിനെക്കുറിച്ച് എന്നോട് ബ്രൂഹി പറഞ്ഞു തന്നാലും. അപ്പൊ ഞങ്ങൾക്കും ഇതിനൊരവസരമില്ലേ? ഞങ്ങൾ ഗൃഹസ്ഥരായവർക്ക് ഈ ആധ്യാത്മികമായ സാധനയിൽ കൂടെ മുന്നോട്ടു പോയി മോക്ഷപദവിക്ക് അർഹതയില്ലേ എന്ന രീതിയിലാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. നാരദ ഉവാച, നാരദ മഹർഷി പറയുകയാണ് 2-ാമത്തെ ശ്ലോകം. ഗൃഹേഷു അവസ്ഥിതോ രാജൻ ക്രിയാഃ കുർവൻ ഗൃഹോചിതാഃ വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനീൻ. ഹേ രാജൻ, ഗൃഹേഷു അവസ്ഥിതഃ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർ ഗൃഹോചിതാഃ ക്രിയാഃ ഗൃഹസ്ഥവൃത്തിക്ക് ഉചിതങ്ങളായ കർമ്മങ്ങളെ സാക്ഷാത് വിധിയാവണ്ണം ചെയ്യുക. ഒപ്പം സർവം വാസുദേവാർപ്പണം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാനുള്ള അർപ്പണമായി തീരട്ടെ എന്ന സങ്കല്പത്തോടെ കുറുവൻ അത് നിർവഹിച്ചുകൊണ്ട് മഹാമുനീൻ ഉപാസീത മഹാത്മാക്കളായ ഋഷിമാരെ മുനിമാരെ ഉപാസിക്കണം. 3-ാമത്തെ ശ്ലോകം. ശൃണ്വൻ ഭഗവതഃ അഭീഷ്ണം അവതാര കഥാമൃതം ശ്രദ്ധധാനോ യഥാകാലം ഉപശാന്തജനാവൃതഃ. ഒരു ഗൃഹസ്ഥൻ തൻ്റെ സ്വധർമ്മം ഒഴിച്ചുള്ള സമയത്ത്, സ്വധർമ്മമായിട്ടുള്ള ഗൃഹസ്ഥവൃത്തികൾ അല്ലാതിരിക്കുമ്പോൾ, അത് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ഒഴിവ് സമയങ്ങളിൽ യഥാകാലം അവസരം കിട്ടുന്നത് പോലെ ഭഗവതഃ അഭീഷ്ണം അവതാര കഥാമൃതം ശ്രേഷ്ഠമായ അമൃതതുല്യമായ ഭഗവാന്റെ അവതാര കഥകളെ ശ്രദ്ധധാനഃ ശ്രദ്ധായുക്തനായി ശൃണ്വൻ കേട്ടുകൊണ്ട് ഉപശാന്തജനാവൃതഃ എപ്പോഴൊക്കെ സത്സംഗത്തിന് അവസരം കിട്ടുമോ അപ്പോഴൊക്കെ അത്തരം ആളുകളുടെ കൂടെ വർത്തിച്ചു കൊള്ളണം. 4-ാമത്തെ ശ്ലോകം. സത്സംഗാത് ശനകൈഹി സംഗം ആത്മജായ ആത്മജാതിഷു വിമുച്യേത് മുച്യമാനേഷു സ്വയം സ്വപ്നവത് ഉത്ഥിതഃ. സത്സംഗാത് ഇങ്ങനെയുള്ള സജ്ജന സമ്പർക്കത്താൽ ശനകൈഹി മെല്ലെ മെല്ലെ സ്വയം തന്നെത്താൻ മുച്യമാനേഷു ഒരിക്കൽ എന്തായാലും പിരിയും എന്നുറപ്പുള്ള ആത്മജായ ആത്മജാതിഷു ആത്മം എന്നതുകൊണ്ട് ഇവിടെ തൻ്റെ ശരീരം, തൻ്റെ ശരീരത്തോടുള്ള ആസക്തി, അതുപോലെ ജായ ഭാര്യ, ആത്മജാതിഷു മക്കൾ, ഇവരോടുള്ള സംഘം ആസക്തിയെ ഏതുപോലെ വിട്ടുകളയണം എന്ന് പറയുന്നു. സ്വപ്നത്തിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ട് പക്ഷെ
ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊക്കെ വെറും സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ എങ്ങനെ അതിനെ മറന്നേക്കുമോ, എങ്ങനെ വിട്ടുകളയുമോ, അതുപോലെ അതാണ് ഉത്ഥിതഃ സ്വപ്നവത് വിമുച്യേത്. ഉണർന്നെഴുന്നേറ്റവൻ സ്വപ്നാനുഭവത്തെ എന്നതുപോലെ ഇവരുമായുള്ള ആസക്തി വിട്ടുകളയണം. അവിടെ ആസക്തി വിട്ടുകളയണം എന്നാണ്, അല്ലാതെ അവരെ വിട്ടുകളയണം എന്നല്ല. എല്ലാവരും ജീവിച്ചിരിക്കുന്നിടത്തോളം സന്തോഷമായിട്ട് സ്നേഹിച്ചൊക്കെ ജീവിക്കണം. പക്ഷെ ഇവരെല്ലാവരും എല്ലാ കാലത്തും കൂടെ ഉണ്ടാകും എന്ന ചിന്ത വെടിയണം. 5-ാമത്തെ ശ്ലോകം. യാവദർത്ഥം ഉപാസീനോ ദേഹേ ഗേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത് തത്ര നൃലോകേ നരതാം ന്യസേത്. പണ്ഡിതഃ, ഇവിടെ പണ്ഡിതൻ എന്നതുകൊണ്ട് ബോധവാനായ ഗൃഹസ്ഥൻ, അതായത് ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല എന്നും അതുകൊണ്ട് തന്നെ ബാഹ്യമായ കാര്യങ്ങളിൽ മനസ്സ് ആസക്തമായാൽ അത് ഒരിക്കലും എനിക്ക് പിരിയാൻ പറ്റാതെ വന്നാൽ അതായിരിക്കും പിന്നെ എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന ചിന്തയോടുകൂടെ ഈ ലോകത്തിലുള്ള വസ്തുക്കളിലുള്ള വ്യക്തികളോടുള്ള ആ ബന്ധം അത് എപ്പോൾ വേണമെങ്കിലും പിരിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഒട്ടുക. നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്നതിന് മുൻപ് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണോ പിരിച്ചെടുക്കുന്നത്, വളരെ എളുപ്പത്തിൽ ഒട്ടിക്കുന്നതിന് മുൻപ് അത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറുണ്ട്, അതിൽ നിന്ന് നമുക്ക് എളുപ്പം ഇങ്ങോട്ട് എടുത്ത് ഒട്ടിക്കുന്നതിന് മുൻപ് എടുക്കാൻ പറ്റും. ഇതേപോലെ മാത്രം ബന്ധങ്ങളെ കാണുക. അതാണ് ദേഹേ ഗേഹേച്ച, അവനവന്റെ ശരീരത്തിലും അവനവന്റെ ഗൃഹത്തിലും യാവദർത്ഥം, ആവശ്യത്തിന് മാത്രം ഉപാസീനഹ, വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ട്, എന്നാൽ തത്ര ഇവ രണ്ടിലും വിരക്തഹ, ഉള്ളുകൊണ്ട് വിരക്തനായിരിക്കണം. ഇതില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എന്ന് ഒരു കാര്യത്തിലും ഒരു ശാഠ്യം വെക്കരുത്. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും, അത് ആ രീതിയിൽ ചായ കുടി ശീലം ഉണ്ടാക്കരുത്. ഇതേപോലെ എന്ത് കാര്യവും അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ശീലം നമ്മെ അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ശീലത്തിൽ നിന്ന് ആദ്യമേ തന്നെ മുക്തനാകണം, അതിന് ശ്രമിക്കണം. അങ്ങനെ ഒന്നിനോടും ആസക്തി ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ മാത്രം ആസക്തി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് ഒരു അടുപ്പം വെച്ചുകൊണ്ട്, അപ്പോൾ ഉള്ളിൽ ആസക്തി ഇല്ലാതെയും എന്നാൽ പുറത്ത് രക്തവത്, എല്ലാറ്റിനോടും താല്പര്യമുള്ള ആളെപ്പോലെ തന്നെ അങ്ങനെ തന്നെ പെരുമാറണം. എന്ന് വെച്ചാൽ അത് അഭിനയമല്ല, എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കണം എന്നാണ് അതിനർത്ഥം. എന്നാൽ ഇവരില്ലാതെ എനിക്ക് വയ്യ എന്ന് ചിന്തിക്കരുത്. എന്നാൽ മനുഷ്യർക്കിടയിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നൊന്നും ചിന്തിക്കരുത്. നൃലോകേ നരതാം ന്യസേത്, മനുഷ്യർക്കിടയിൽ അവരെ പോലെ സാധാരണക്കാരനായി ജീവിക്കണം. 6-ാമത്തെ ശ്ലോകം. ജ്ഞാതയഃ പിതരൗ പുത്രാഃ ഭ്രാതരഃ സുഹൃദഃ അപരേ യത് വദന്തി യത് ഇച്ഛന്തി ച അനുമോദേത നിർമ്മമഃ. ഒരു ഗൃഹസ്ഥനാകുമ്പോൾ അവന് ഒരുപാട് ജ്ഞാതയഃ ബന്ധുക്കൾ ഉണ്ടാകും, പിതരൗ അച്ഛനമ്മമാർ, പുത്രാഹ മക്കൾ, ഭ്രാതരഃ സോദരന്മാർ, അപരേ സുഹൃദഃ മറ്റുള്ള സുഹൃത്തുക്കളും. അവരൊക്കെ യത് വദന്തി എന്താണോ പറയുന്നത്, അതായത് അവരൊക്കെ അവരുടേതായ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് അവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, യത് വദന്തി ഇച്ഛന്തി ച, അവരുടെ ആഗ്രഹങ്ങൾ പറ്റുന്നതാണെങ്കിൽ നിർമ്മമഃ, പക്ഷെ അപ്പോഴും നിസ്സംഗനായിട്ട് അനുമോദേത, അവർക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം. അതായത് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, എന്നാൽ ആരോടും ആസക്തി ഇല്ലാതെ വേണം. ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നല്ലോ എന്ന് കണക്ക് പറയാനാവരുത്. അതുകൊണ്ടാണ് അവിടെ നിർമ്മമഃ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. നിനക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തതാണ്, ഇങ്ങനെ കണക്ക് പറയാനാക്കരുത്. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക,
പക്ഷേ നിർമ്മമനായി ഞാൻ ചെയ്യുന്നു എന്ന ആ അഹന്തയില്ലാതെ ചെയ്തു കൊടുക്കുക. അത് അവരെ സന്തോഷിപ്പിക്കാൻ മാത്രമായിരിക്കണം, ഒപ്പം അവരുടെ ഹിതത്തിനും കൂടെ ആയിരിക്കണം. 7-ാമത്തെ ശ്ലോകം. ദിവ്യം ഭൗമം ച ആന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം തത് സർവം ഉപഭുഞ്ജാന ഏതത് കുര്യാത് സ്വതോ ബുധഃ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ധനധാന്യാദികളും ഈശ്വരന്റെ സൃഷ്ടിയാണ്. അത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന് ദിവ്യം, ആകാശത്തിൽ നിന്നുള്ള വൃഷ്ടി കൊണ്ട് ഭൂതലത്തിൽ ഉണ്ടാവുന്ന ധാന്യാദികൾ. ഇനി ഭൗമം, ഭൂഗർഭത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർണം, രത്നം തുടങ്ങിയവ. ഇനി ആന്തരിക്ഷം, യാദൃച്ഛികമായി കിട്ടുന്ന മറ്റുള്ള ദ്രവ്യങ്ങൾ. ഇതെല്ലാം അച്യുത നിർമ്മിതം, ആ ഭഗവാനാൽ എല്ലാവരുടെയും ഉപഭോഗത്തിനായി നിർമ്മിച്ചതാണ്. അങ്ങനെയുള്ള വിത്തം, സമ്പത്താകുന്നു. ഈ തത്വം ബോധിച്ച ബുധഃ, ആ പണ്ഡിതൻ അല്ലെങ്കിൽ ആ ഒരു അറിവുള്ളവൻ, തത് സർവം, അതെല്ലാം ഉപഭുഞ്ജാനഃ, സ്വയം അനുഭവിക്കണം, ഒപ്പം സ്വതഃ, സ്വാഭാവികമായി ഏതത് കുര്യാത്, ഇങ്ങനെ സമ്പാദിക്കാത്ത കുടുംബത്തിലെ എല്ലാവരെയും അത് അവരുടെ സമ്പാദ്യം തന്നെയാണെന്ന് അവർക്ക് തോന്നത്തക്ക വിധത്തിൽ അവർക്ക് കൊടുക്കണമെന്നാണ്. പലർക്കും തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. ഒരു വീട്ടിൽ ഭർത്താവ് മാത്രമാണ് സമ്പാദിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് ഒരു ഔദാര്യം പോലെയാണ്. ഞാൻ സമ്പാദിക്കുന്നതിൽ നിന്ന് ഞാൻ ഇത്രയൊക്കെ തരുള്ളൂ, വേണമെങ്കിൽ എടുത്തോളൂ എന്ന ഒരു ഭാവം, അത് തെറ്റാണെന്നാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകളും കൂടെ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ താളം തെറ്റും. അതുകൊണ്ടാണ് സ്ത്രീകൾ വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങൾ ചെയ്യണമെന്ന് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നതിനർത്ഥം അവർക്ക് കഴിവില്ല എന്നല്ല. അപ്പോൾ അവർ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് പുരുഷന്മാർക്ക് സ്വസ്ഥമായി പോയി ജോലി ചെയ്യാൻ പറ്റുന്നത് എന്ന ബോധം അവർക്കുണ്ടാവണം. അതുകൊണ്ട് അവർക്ക് കിട്ടുന്നതിന് തുല്യ അവകാശം സ്ത്രീക്കുമുണ്ട്, വീട്ടിലെ ഭാര്യയ്ക്കുണ്ട്. അതുപോലെ മക്കൾ പ്രായപൂർത്തിയായി ജോലിയാകുന്നത് വരെ അവരെ സംരക്ഷിക്കുക. അവരുടെ ഓരോ ആഗ്രഹങ്ങളും, ഓരോ പ്രായത്തിലെ ആഗ്രഹങ്ങളും അമിതമായത് എന്നല്ല, പക്ഷേ അത് മിതമായതാണെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണം. അപ്പോഴും അതിനൊന്നും കണക്ക് വെക്കരുത്. ഇതേപോലെ ഒരിക്കൽ തന്നെ സംരക്ഷിച്ച അച്ഛനമ്മമാർക്ക് വയ്യാതാകുമ്പോൾ അവരെ സംരക്ഷിക്കണം. അതും അവർക്കും തോന്നിപ്പിക്കരുത് ഇതൊരു ഔദാര്യമാണ്, ഞാനൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്നൊന്നും തോന്നിപ്പിക്കാതെ, പറ്റിയാൽ അവരുടെ കയ്യിൽ തന്നെ പണം കൊടുത്ത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചെലവാക്കാം എന്നൊരു സ്വാതന്ത്ര്യവും കൊടുക്കണം. ഇതൊക്കെ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. അല്ലാതെ ഞാനാണ് പണം സമ്പാദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും ആരൊക്കെ എങ്ങനെയൊക്കെ ചെലവാക്കണം എന്ന്. അങ്ങനെയല്ല, അത് എല്ലാവർക്കും ബാധകമാണ്. അത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവരെയും അറിയിക്കുക. ആ ഒരു ഉത്തരവാദിത്തം തീർച്ചയായും മറ്റുള്ളവർക്കും വേണം. അല്ലാതെ മക്കൾ ധൂർത്തടിക്കണം എന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ സമ്പാദിക്കുന്നത് കൊണ്ട് എനിക്കെന്തുമാവാം, പക്ഷെ നിങ്ങൾക്കൊന്നും അത് പാടില്ല എന്ന് ചിന്തിക്കരുത് എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാവർക്കും തുല്യമായിട്ട് ഇതിന് അവകാശമുണ്ട്. ഒരു ഗൃഹസ്ഥന് കിട്ടുന്ന സമ്പാദ്യം ആ ഗൃഹസ്ഥനെ പോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ അവകാശമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്ക് ആ പണം കൊടുക്കുന്നത് അതൊരു ഔദാര്യമായിട്ടല്ല, അവരുടെ അവകാശമായിട്ട് തന്നെ കൊടുക്കണം. ഇനി പറയുന്നു, ഒരു പക്ഷെ ചില ആളുകൾക്ക് ഒരുപാട് സമ്പാദിക്കാനുള്ള യോഗമുണ്ടാകും. അങ്ങനെ അതിസമ്പത്തുണ്ടായാൽ എന്ത് ചെയ്യണം? 8-ാമത്തെ ശ്ലോകം. യാവത് ഭ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യഹ അഭിമന്യേത സഹസ്തേനഹ ദണ്ഡം അർഹതി. ദേഹിനാം, മനുഷ്യർക്ക് യാവത്, എത്ര കിട്ടിയാൽ, ജഠരം ഭ്രിയേത, സ്വന്തം വയറ് പിഴപ്പിക്കാമോ, അതായത് വയറ്റിപ്പിഴപ്പാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവനവന്റെ വിശപ്പ് മാറാൻ 3 നേരം ആഹാരം കഴിക്കാൻ എത്രത്തോളം വേണമോ അതുപോലെ ഒരു ചെറിയൊരു വീട്, അത്യാവശ്യം സൗകര്യങ്ങൾ, വസ്ത്രം,
അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തണം എന്നതാണ് ആദ്യത്തെ കാര്യം. അല്ലാതെ കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാക്കിയിട്ട് ആ കിട്ടുന്നത് മുഴുവൻ അവനവന് വേണ്ടി തന്നെ അത് ചെലവാക്കാൻ പാടില്ല. കാരണം വളരെ പരിമിതമായ ആവശ്യങ്ങൾക്ക് മാത്രമേ, എത്ര ധനം വേണമോ അത്രയും ധനത്തിൽ മാത്രമേ താവത് സ്വത്വം ഹി, ആ ധനത്തിൽ മാത്രമേ അവൻ അധികാരമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് കൂടുതൽ ധനം കയ്യിൽ വരികയാണെങ്കിൽ യഹ, യാതൊരുവൻ അധികം അഭിമന്യേത, അങ്ങനെ എത്ര കിട്ടിയാലും ഇതെല്ലാം തൻ്റേതാണ് എന്ന് കരുതുന്നുവോ, സഹ സ്തേനഹ, അവൻ കള്ളനാണ്. ഒരു കള്ളന് എന്ത് ശിക്ഷയുണ്ടോ അത് അവന് ലഭിക്കും. ദണ്ഡം അർഹതി, അവൻ ശിക്ഷയെ അർഹിക്കുന്നു. അപ്പോൾ ഒരു ഗൃഹസ്ഥനാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അവനവന് വേണ്ടുന്നത് തീർച്ചയായും അവനവന്റെ കൈവശം വെക്കാം. അതിലും കൂടുതലായിട്ട് ഉള്ളത് സമൂഹത്തിൽ പാവപ്പെട്ടവർക്കായിട്ട് ദാനം ചെയ്യണം. അത് ഏതൊക്കെ രീതിയിൽ ദാനം ചെയ്യാമോ അതെല്ലാം ചെയ്യണം. അല്ലാതെ കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ ബാങ്കുകളിൽ നിക്ഷേപിച്ച് അവനവന്റെ സമ്പാദ്യത്തെ ഒരാൾക്കും ഉപയോഗപ്പെടാത്ത രീതിയിൽ അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചാൽ അവൻ കള്ളനാകുന്നു എന്ന് പറയുന്നു. മനുഷ്യരോട് എന്നതുപോലെ ഭൂമിയിലെ മൃഗങ്ങളോടും പക്ഷിമൃഗാദികളോടും കാരുണ്യം കാണിക്കണം. അതുകൊണ്ട് തന്നെ തനിക്ക് ചുറ്റും ഉള്ള ഏതെങ്കിലും പക്ഷിമൃഗാദികൾ ഭക്ഷണത്തിനായിട്ട് സ്വന്തം കൃഷിയിടത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ അങ്ങനെ ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അവരെ ഒന്നും ആട്ടി ഓടിക്കരുത് എന്ന് പറയുന്നു. 9-ാമത്തെ ശ്ലോകം. മൃഗ ഉഷ്ട്ര ഖര മർക്ക അഘു സരീസൃപ് ഖഗമക്ഷികാഹ ആത്മനഃ പുത്രവത് പശ്യേത് തൈഹി ഏഷാം അന്തരം കിയത്. മൃഗം, മാൻ, ഉഷ്ട്രം, ഒട്ടകം, ഖരം, കഴുത, മർക്കം, കുരങ്ങ്, അഘു, എലി, സരീസൃപ്, ഇഴജന്തുക്കൾ, ഖഗമക്ഷികാഹ, പക്ഷികൾ, ഈച്ചകൾ, ഇവയെ ആത്മനഃ പുത്രവത് പശ്യേത്, അവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു രക്ഷിതാവായി മാറണം എന്നർത്ഥം. ഏഷാം തൈഹി, ഇവകൾക്ക് അവരോട് അന്തരം കിയത്, അന്യോന്യഭേദം എത്രമാത്രമുണ്ട്. അതായത് എല്ലാം ഒരേ ഈശ്വരന്റെ സന്തതികളാണ് എന്ന് കണ്ടുകൊണ്ട് തനിക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികളെയും ഈ ഗൃഹസ്ഥൻ നല്ല രീതിയിൽ പോറ്റേണ്ടതുണ്ട്. 10-ാമത്തെ ശ്ലോകം. ഗൃഹസ്ഥാശ്രമികൾക്ക് പുരുഷാർത്ഥങ്ങളിലെ ആദ്യ 3 ധർമ്മം, അർത്ഥം, കാമം, ഇവ യഥേഷ്ടമാവാം എന്നാണ് പൊതുവെ പറയുക. പക്ഷെ ഇവിടെ പറയുന്നു അങ്ങനെ യഥേഷ്ടം എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ച് ജീവിതം അങ്ങനെ കളയരുത്. ത്രിവർഗം ന അതികൃച്ഛ്രേണ ഭജേത ഗൃഹമേധി അപി യഥാദേശം യഥാകാലം യാവത് ദൈവ ഉപപാദിതം. ഗൃഹമേധി അപി, ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുന്നവനും അതികൃച്ഛ്രേണ, അധികം പ്രയാസത്തോടുകൂടെ നേടിയുണ്ടാക്കുന്ന ത്രിവർഗത്തെ ന ഭജേത, ധർമ്മ അർത്ഥ കാമം, ഇവ എല്ലാത്തിനും ഒരു മിതത്വം വേണം എന്ന് പറയുകയാണ്. അതിൽ തന്നെ യഥാദേശം യഥാകാലം യാവത് ദൈവ ഉപപാദിതം, നിങ്ങൾക്ക് വിധിയാം വണ്ണം ഒരു പ്രാരബ്ധമനുസരിച്ച് എത്ര കിട്ടുമോ അത് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകണം. 11-ാമത്തെ ശ്ലോകം. ആ ശ്വ അഘ അന്തേ അവസായിഭ്യഃ കാമാൻ സംവിഭജേ യഥാ അപി ഏകം ആത്മനോ ധാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ. ഒരു ഗൃഹസ്ഥൻ ആ ശ്വ എന്ന് വെച്ചാൽ നായ മുതലുള്ള അഘം, നമ്മൾ വളരെ നീചമായിട്ടുള്ള ജാതിയിൽ എന്ന് നമ്മൾ കാണുന്ന എല്ലാ ജീവികളെയും, അതുപോലെ അന്തേ അവസായിഭ്യഃ, അതുപോലെ ചണ്ടാളൻ വരെ എല്ലാവരെയും അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർക്കുള്ളത് സംവിഭജേത്, അവർക്കു വേണ്ടിയും വേണ്ടുന്നത് ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ അപി ഏകം ആത്മനഃ ധാരാം,
സ്വന്തം ഭാര്യയെയും ഇത്തരം കാര്യങ്ങൾക്ക് സ്വത്വഗ്രഹോ യതഃ, തനിക്ക് അത്രയും പ്രിയപ്പെട്ടവളായിരുന്നാലും ആ ഭാര്യയെ കൊണ്ടും ഇവർക്കൊക്കെ സേവ ചെയ്യാൻ ഭാര്യയെയും പ്രേരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഒരാൾക്ക് വിട്ടുകളയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഭാര്യയുമായിട്ടുള്ള ബന്ധം. അത് തിരിച്ചുമാകാം. അപ്പോൾ പലപ്പോഴും ഭാര്യയുടെ വാക്ക് കേട്ട് സ്വന്തം വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കാറുണ്ട്. എന്തിന് ചില ആളുകൾ കൊല്ലുക പോലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഭാര്യയുടെ വാക്ക് കേട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഭാര്യയെ തന്നെ ഒഴിവാക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവനാണ് ശരിയായ ജിതേന്ദ്രിയൻ എന്ന് പറയുകയാണ് 12ാമത്തെ ശ്ലോകം. ജഹ്യാത് യഥർത്ഥേ സ്വപ്രാണാൻ ഹന്യാതു വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രിയാം ജഹ്യാത് യഹതേന ഹി അജിതോ ജിതഃ. യഥർത്ഥേ, യാതൊരു ഭാര്യയ്ക്കു വേണ്ടിയാണോ ഒരാൾ സ്വപ്രാണാൻ ജഹ്യാത്, സ്വന്തം പ്രാണനെ പോലും വെടിയാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനു പോലും തയ്യാറാകുന്നത്, ഒരു പക്ഷേ ഭാര്യയ്ക്കു വേണ്ടി പിതരം ഗുരും, തൻ്റെ അച്ഛനെയോ ഗുരുവിനെ പോലും ചിലപ്പോൾ ചിലർ ഹന്യാതുവ, കൊല്ലാൻ മടിച്ചേക്കില്ല. അങ്ങനെ ഒരു സ്ത്രീയോടുള്ള, അതായത് ഭാര്യയോടുള്ള ആ ആസക്തി കാരണമാണ് തനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആർക്കാണോ ആ സ്ത്രീയെ തന്നെ, തസ്യാം സ്വത്വം സ്ത്രീയാം ജഹ്യാത്, ആർക്കാണോ അവരെ തന്നെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്, യഹതേന ഹി അജിതഃ ജിതഃ, ആ ആൾ അജിതനായ ഭഗവാനാൽ കീഴടക്കപ്പെടുന്നു എന്ന് വെച്ചാൽ ഭഗവാന് സറണ്ടർ ആവാൻ, ഭഗവാനിൽ സർവവും സമർപ്പിക്കാൻ ആ ആൾക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് സ്നേഹവുമാണ്, ഒപ്പം തന്നെ പരസ്പരമുള്ള സ്പർശനത്തിന്റെ ഒരു രസവും കൂടെയാണ് അവരെ തമ്മിൽ അത്രമാത്രം അടുപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ശരീരം എന്നത് വെറും കൃമികൾക്ക് ഭക്ഷണമാകാനുള്ളതാണ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ബന്ധത്തെ നമുക്ക് വിടാൻ സാധിക്കണം എന്ന് പറയുകയാണ്. വിടുക എന്ന് വെച്ചാൽ അവരെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നതല്ല, അവരിലുള്ള ആസക്തി വിടാൻ സാധിക്കണം. കൃമി വിഡ് ഭസ്മ നിഷ്ഠാന്തം ക്വ ഇദം തുച്ഛം കളേബരം ക്വ തദീയരതിഹി ഭാര്യ ക്വ അയം ആത്മാ നഭഃ ഛതിഹി. കൃമി വിഡ് ഭസ്മ നിഷ്ഠാന്തം, കൃമികൾ, അതുപോലെ അഴുക്ക്, മലം, പിന്നീട് ഭസ്മമായി തീരുന്നതാണ് ഈ ഒരു ശരീരം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തുച്ഛം കളേബരം, ഈ നിസ്സാരമായ ശരീരത്തെയാണോ ഞാൻ സ്നേഹിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് തദീയ രതിഹി, ആ ശരീരത്തിന്റെ രതിസുഖത്തിന് ആസ്പദമായ ഭാര്യാക്വ, ഭാര്യയുടെ സുഖം എവിടെ കിടക്കുന്നു, നഭശ്ചതിഹി, അനന്തമായ ആകാശത്തെ പോലും ആവരണം ചെയ്യുന്ന അയം ആത്മാക്വ, ഈ ആത്മാവെവിടെ, സർവത്ര നിറഞ്ഞിരിക്കുന്ന, എന്തിന് തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ആത്മാവിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാൻ ഭാര്യയോടുള്ള അമിതമായ ആസക്തി തടസ്സമാകുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ കുടുംബബന്ധം ഉപേക്ഷിക്കണം എന്നല്ല, പക്ഷേ ഈശ്വരനിലേക്ക് അടുക്കാൻ ഇതാണ് തടസ്സമാകുന്നതെങ്കിൽ അപ്പോൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ഏതൊരു ശരീരത്തെയാണോ ഞാൻ സ്നേഹിക്കുന്നത്, ഒരു വ്യക്തിയെയാണോ സ്നേഹിക്കുന്നത്, അത് നാളെ കൃമികൾക്ക് ഭക്ഷണമാകാനുള്ളതാണ്, വെറും മലമൂത്രാദികൾ നിറഞ്ഞതാണ് ഈ ശരീരം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനോടുള്ള ആസക്തി കളയണം എന്നാണ് പറയുന്നത്. 14ാമത്തെ ശ്ലോകം. സിദ്ധൈഹി യജ്ഞ അവശിഷ്ടാർത്ഥൈഹി കൽപ്പയേത് വൃത്തിം ആത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാം ഇയാത്. സിദ്ധൈഹി, ഈശ്വര സങ്കല്പത്താൽ ലഭിച്ചവയും, യജ്ഞ അവശിഷ്ടാർത്ഥൈഹി, പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം അവശേഷിച്ചവയുമായ അർത്ഥൈഹി,
പദാർത്ഥങ്ങളെ കൊണ്ട് ആത്മനഃ വൃത്തിം കൽപ്പയേത്, തൻ്റെ ജീവിത വൃത്തിയെ നിർവഹിക്കണം. ശേഷേ, പിന്നെ അവശേഷിച്ചതിൽ സ്വത്വം, തൻ്റേതെന്ന തോന്നലിനെ ത്യജൻ, വിട്ടുകളയുന്ന പ്രാജ്ഞഃ, ബുദ്ധിമാൻ, മഹതാം പദവിയും ഇയാത്ത്, കർമ്മനിവൃത്തന്മാരായ മഹാത്മാക്കളുടെ പദവിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ പഞ്ചയജ്ഞങ്ങൾ നിർവഹിച്ചിട്ട് അതിൽ നിന്ന് ബാക്കി കിട്ടുന്നത് ഒരു പ്രസാദം പോലെ സ്വീകരിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ പഞ്ചയജ്ഞങ്ങൾ എന്താണ് എന്ന് പറയുന്നു 15-ാമത്തെ ശ്ലോകം. ദേവാൻ ഋഷീൻ നൃഭൂതാനി പിതൃണാം ആത്മാനം അന്വഹം സ്വവൃത്യാഗത വിത്തേന യജേത പുരുഷം പൃഥക്. ദേവാൻ ഋഷീം, ഋഷിമാരെയും, നൃഭൂതാനി, മനുഷ്യരെയും, ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾ അങ്ങനെയുള്ള ജീവജാലങ്ങളെയും, പിതൃൻ, പിതൃക്കളെയും, ആത്മാനം, തൻ്റെ ആത്മാവിനെ തന്നെയും, സ്വവൃത്യാഗത വിത്തേന, തനിക്ക് വിഹിതമായ പ്രവൃത്തിയിലൂടെ സംപ്രാപ്തമായ സമ്പത്തിനാൽ, അന്വഹം, പ്രതിദിനം, പൃഥക്, വേറെ വേറെയായിട്ട്, പുരുഷം, അവരിലെല്ലാം അടങ്ങിയിരിക്കുന്ന സർവേശ്വരനെ യജേത, ആരാധിക്കാവുന്നതാണ്. ഹോമം, സ്വാധ്യായം, അതിഥിഭോജനം, ഭൂതബലി, തർപ്പണം ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളാൽ ദേവന്മാരെ, അതുപോലെ സ്വാധ്യായത്തിലൂടെയാണ് നമ്മൾ ഋഷിമാരെ തൃപ്തിപ്പെടുത്തേണ്ടത്. ഋഷിമാരാണ് നമുക്ക് എത്രയോ ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. അത് പഠിച്ച് മനനം ചെയ്യുന്നതിലൂടെ നമ്മൾ ഋഷിമാരെ തൃപ്തിപ്പെടുത്തുന്നു. ഹോമാദികളിലൂടെ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നു. അതിഥി ഭോജനത്തിലൂടെ എല്ലാ മനുഷ്യരെയും, അതുപോലെ പക്ഷിമൃഗാദികൾക്കും എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുത്ത് അവരെയും ഊട്ടുക. അങ്ങനെ അതിഥി ഭോജനത്തിലൂടെ മനുഷ്യരെയും പക്ഷിമൃഗാദികളെയും നമ്മൾ പോറ്റുന്നു. അതുപോലെ ഭൂതബലിയാണ് മനുഷ്യേതര പ്രാണികൾക്ക് കൊടുക്കുന്നത്. പിന്നെ തർപ്പണം, പിതൃഗണങ്ങൾക്ക് കൊടുക്കുന്നതാണ് തർപ്പണം. ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളാൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് പഞ്ചയജ്ഞം എന്ന് പറയുന്നത്. ഇത് നിത്യവും ചെയ്യണം എന്നാണ്. ഇങ്ങനെ നിത്യവും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നതിനെ കൊണ്ട് അതൊരു പ്രസാദമായി കഴിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവരെയൊക്കെ ആരാധിക്കുമ്പോൾ ഇവരിലും വിളങ്ങുന്ന ഈശ്വരനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.